നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM-നെതിരെ ശക്തമായ വിമർശനവുമായി CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. ആനയാണോ കുഴിയാനയാണോ CPI-യിൽ എത്തുന്നവരെന്ന് താമസിയാതെ ചിലർക്ക് മനസ്സിലാകുമെന്നും പന്ന്യൻ. നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളങ്ങളായ ഉത്സവങ്ങളെ ഇല്ലാതാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് യുവമോർച്ച. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം. മുക്കാരിക്കണ്ടത്ത് വാഹനാപകടത്തിൽ അധ്യാപകൻ മരിച്ചു. നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ അത്താണി. CPCRI സുവർണ ജൂബിലി നിറവിൽ. ജൂബിലിയുടെ ഭാഗമായി ശില്പശാലയിൽ വിരിഞ്ഞത് തെങ്ങോലയിൽ തീർത്ത വിസ്മയങ്ങൾ. ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ കാണിയൂർ പാത യാഥാർത്ഥ്യത്തിലേക്ക്. റെയിൽവേ മന്ത്രാലയത്തിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. BJP ദേശീയ കൗൺസിൽ സെപ്റ്റംബർ 23 മുതൽ 25 വരെ കോഴിക്കോട്ട്. ദേശീയ കൗൺസിലിന്റെ പ്രചാരണാർത്ഥം ഗൃഹസമ്പർക്ക പരിപാടി. മഞ്ചേശ്വരത്ത് വീണ്ടും മോഷണം നടന്നത് ഉദ്യാവരയിലെ ഇബ്രാഹിമിന്റെ വീട്ടിൽ. വാർത്തകൾ വിശദമായി. CPM നേതാക്കളിൽ ചിലർക്ക് അവർ എന്തു പറയുന്നുവെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. AIYF ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. കാലിക്കടവിൽ വെച്ച് നടക്കുന്ന AIYF ജില്ലാ സമ്മേളനത്തിന് ഞായറാഴ്ചയാണ് തുടക്കമായത്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് CPI കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പേരെടുത്തു പറയാതെ കോടിയേരിക്കും സ്വരാജിനും മറുപടി നൽകിയത്. ആനയാണെന്ന് കരുതുന്ന ചില ആളുകൾ കുഴിയാനയാണെന്ന് പിന്നീട് മനസ്സിലാക്കുമെന്നായിരുന്നു കോടിയേരിയുടെ ബേടകത്തെ പരാമർശം. ഓരോ നേതാവിന്റെയും നടപ്പും സംസാരവും ജനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും പാർട്ടിയിലേക്ക് കടന്നു വരുന്നവർ വരട്ടെയെന്നും പരസ്പരം അത് അംഗീകരിച്ചു കൊടുത്താൽ മതിയെന്നും അതിൽ എന്തിനാ ഇത്ര വിഷമമെന്നുമായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ ചോദിച്ചത്. വാക്കിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കണം. അത് മതി. അർത്ഥങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കണം. ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു. ഓരോ വാക്കിനും അർത്ഥമുണ്ടല്ലോ. അർത്ഥം പിഴച്ചാൽ അതിൻ്റെ കേസ് വേറെയാണ്. അത് പിഴക്കാതിരിക്കാൻ നോക്കണം. നമ്മൾ ഒരുപാട് വലിയ നേതാക്കന്മാരുടെ പാരമ്പര്യമുള്ളതാണ്. ആ പാരമ്പര്യത്തിൽ അന്തസ്സുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾ 1964 ശേഷമുള്ള ചർച്ചകൾ എത്രയാ? ചെറിയ ചർച്ചകളാണോ? VMS-ഉം ബാലറാമും അപ്പുറത്തിപ്പുറത്ത് ചർച്ചയായിരുന്നു. ഒരു വാക്ക് പോലും പിഴച്ച വാക്കിലായിരുന്നു. എന്നാൽ ഇപ്പം ചിലർ എന്ത് പറയുന്നെന്ന് അവർക്കൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ സഖാക്കളോട് എനിക്ക് പറയാനുള്ളത് പലതും നമ്മൾ ഇഗ്നോർ ചെയ്യണം. ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ഐക്യവുമാണ് പ്രാധാന്യമെന്നും തെറി പറഞ്ഞ് വീരന്മാരാകാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും മാന്യന്മാർ തെറി പറയില്ലെന്നും DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് MLA-യുടെ പേരെടുത്തു പറയാതെ പന്ന്യൻ പറഞ്ഞു. മാന്യന്മാർ ആരും തെറി പറയില്ല. ചില വിദ്വാന്മാർ തെറി കൊണ്ട് വീരന്മാരാൻ പോകുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞേക്കാം, സംഗതി മോശമാണ്. തെറി പറയുന്നത് ഒരിക്കലും നിങ്ങളെ നല്ലാന്ന് ധരിച്ചു പോണ്ട. മാന്യന്മാരാരെങ്കിലും തെറി കേട്ടാൽ മറുപടി അറിയോ? ഇല്ല. എന്താ പറയാത്തത്? മാന്യന്മാരായതുകൊണ്ട്. എന്താ തെറി പറയുന്നത്? മാന്യത ഇല്ലാതുകൊണ്ട്. അവർക്ക് എന്തും പറയാം. രാഷ്ട്രീയത്തിൽ അങ്ങനെ കുറെ ഏർപ്പാടുകളുണ്ട്. ഇടതുപക്ഷത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും കടമയും നമുക്കുണ്ടെന്നും അതിനാൽ അത്തരം പരാമർശങ്ങൾ അവഗണിച്ചാൽ മതിയെന്നും പന്ന്യൻ രവീന്ദ്രൻ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. ഇടതുമുന്നണി സർക്കാരിന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളമിട്ടു. കലക്ട്രേറ്റ് പടിക്കലാണ് യുവമോർച്ച പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം വ്യാപകമായി നിരോധിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇതിനെതിരെയാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് പടിക്കൽ പൂക്കളമിട്ട് പ്രതിഷേധിച്ചത്. കേരളത്തിലെ എല്ലാ കലക്ട്രേറ്റ് പടിക്കലും ഇത്തരം പ്രതിഷേധ പരിപാടികൾ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ധനഞ്ജയൻ മധൂർ, K. രാജേഷ് കൈന്താർ,
യുവമോർച്ച ജില്ലാ സെക്രട്ടറിമാരായ KV മഹേഷ്, പ്രമീള, വിനോദ്, അഞ്ജു ജോസ്, അവിനാഷ് റൈ, ഹരീഷ് ഗോസാഡ, പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും കാലാകാലങ്ങളായി ആഘോഷിക്കുന്ന ഓണത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവരുടെ ശ്രമമെന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ടുള്ള ഓണത്തെ പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വ്യാപകമായി സർക്കാർ കേന്ദ്രങ്ങളിൽ നിരോധിക്കുന്ന തരത്തിലുള്ള പ്രവണതയാണ് കാണുന്നുള്ളത്. ഇതിനെതിരെ പിണറായി സർക്കാരിൻ്റെ ഈ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെയായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായാണ് യുവമോർച്ച കേരളത്തിൽ വ്യാപകമായി സർക്കാർ കേന്ദ്രങ്ങളിൽ, കളക്ടറേറ്റുകൾ പോലെയുള്ള സർക്കാർ കേന്ദ്രങ്ങളിൽ വ്യാപകമായും ഓണപ്പൂക്കളവും അതുപോലെ തന്നെ നിലവിളക്ക് തിരി തെളിയിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുള്ളത്. പിണറായി വിജയൻ്റെ ഈ തെറ്റായ നയങ്ങൾ കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ടുള്ള ഓണത്തെ നിരോധിക്കുവാനുള്ള ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി, ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾ എത്രയോ വർഷക്കാലമായി ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ടിപ്പർ ലോറി ബൈക്കിലിടിച്ച് സ്കൂൾ അധ്യാപകൻ മരണപ്പെട്ടു. പുത്തികെ മുഹിമാദ് സ്കൂൾ അധ്യാപകനായ ഉബൈദാണ് മരിച്ചത്. ഉബൈദ് സഞ്ചരിച്ച ബൈക്കിൽ എതിർദിശയിൽ നിന്നും വന്ന ടിപ്പർ ലോറി ചെന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ ഉബൈദ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. കുണ്ടാർ ഉളിയത്തടുക്കയിലെ മുഹമ്മദ് മുസ്ലിയാർ ആമിന ദമ്പതികളുടെ മകനാണ് ഉബൈദ്. ചൊവ്വാഴ്ച മുഖാരി കണ്ടത്ത് വെച്ചാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. തെങ്ങോലയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും ഇവയുടെ പ്രസക്തി പുതുതലമുറയെ ബോധ്യപ്പെടുത്തുന്നതിനുമായി ശില്പശാലയും സെമിനാറും സംഘടിപ്പിച്ചു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി CPCRI ആണ് പരിപാടി സംഘടിപ്പിച്ചത്. കരകൗശല ഉൽപ്പന്നങ്ങളും കളിക്കോപ്പുകളും അലങ്കാര വസ്തുക്കളും പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. CPCRI ക്യാമ്പസിൽ നടന്ന ശില്പശാല ചിത്രകാരൻ KK മാരാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ വരെ വരുന്ന പഴയ കോലത്ത് നാട് തെങ്ങോല കൊണ്ട്, കുരുത്തോല കൊണ്ട് ഇത്രയേറെ മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു പ്രദേശം. അത് കേരളത്തിൽ, ഇപ്പം തെക്കൻ കേരളത്തിൽ പടയണിയുണ്ട്. പടയണിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അതും എനിക്ക് തോന്നുന്നത് CPCRI പോലെയുള്ള ഒരു സ്ഥാപനത്തിന് മുൻകൈയെടുക്കാം. കാരണം അവിടെ പാളയാണ് ഉപയോഗിക്കുന്നത്. പടയണിയിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ പാളയാണ്, കൗങ്ങിൻ പാളയാണ്. കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരും കരകൗശല വിദഗ്ധരും ശില്പശാലയിൽ പങ്കെടുത്തു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി CPCRIയും തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോക്ലാൻഡ് എന്ന അന്താരാഷ്ട്ര നാടൻ കലാ പഠന കേന്ദ്രവും ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സൗജന്യമായി നടത്തിയ ശില്പശാലയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ ചൗഡപ്പ, ഡോക്ടർ മുരളീധരൻ, ഡോക്ടർ ജയരാജൻ, ഡോക്ടർ ജഗന്നാഥൻ, ഡോക്ടർ തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. തെങ്ങിന്റെ കുരുത്തോലയിൽ വിസ്മയം തീർത്ത് ശില്പശാല. CPCRIയിൽ ചൊവ്വാഴ്ച നടന്ന ശില്പശാലയിലാണ് തെങ്ങോലയുടെ പ്രസക്തി വിളിച്ചോതുന്ന കൗതുകങ്ങൾ ദൃശ്യമായത്. തെങ്ങോല ദീർഘകാലം നിലനിൽക്കാത്ത ഒന്നാണ്. പനയോല ദീർഘകാലം നിലനിൽക്കും. പക്ഷേ തെങ്ങോലയെ അതിൻ്റെ ആയുസ് വർദ്ധിപ്പിച്ച് അതിൻ്റെ വർണ്ണവും അതുപോലെ തന്നെ അതിൻ്റെ ജൈവികമായ പ്രത്യേകതകളെയും നിലനിർത്തിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ മാറ്റിയെടുക്കുക, അത് നമ്മുടെ സൗന്ദര്യശാസ്ത്ര പഠനങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ പുതിയ അലങ്കാരങ്ങളിലേക്ക്, പുതിയ ഗൃഹോപകരണങ്ങളിലേക്ക്, നമ്മുടെ പുതിയ ജീവിത രീതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓല കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് കൂടുതൽ മാർക്കറ്റ് കണ്ടെത്തുകയും ഇത് കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർക്ക് കൂടുതൽ ജീവിതോപാധിയായിട്ട് മാറ്റുകയും ചെയ്യുക.
സംസ്ഥാന സർക്കാർ റെയിൽവേ മന്ത്രാലയവുമായി ഒപ്പിട്ട വികസന പദ്ധതിയിൽ കാഞ്ഞങ്ങാട് കാണിയൂർ പാതയെ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പി കരുണാകരൻ എംപിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയത്. റെയിൽവേയുടെ പരിഗണനയിലുള്ള പദ്ധതിയാണ് കാഞ്ഞങ്ങാട് കാണിയൂർ പാത. സംസ്ഥാന സർക്കാരിന്റെ മുമ്പാകെയും പദ്ധതിയുണ്ട്. പ്രാഥമിക സർവേ മുമ്പേ പൂർത്തിയാക്കി ലാഭകരമെന്ന് കണ്ടെത്തിയതാണ്. വിശദ സർവേക്ക് കഴിഞ്ഞ 2 റെയിൽ ബജറ്റിലും തുക വകയിരുത്തിയിരുന്നു. കർണാടക വനത്തിലൂടെ പോകുന്ന പാതയ്ക്ക് വനം വകുപ്പിന്റെയും കർണാടക സർക്കാരിന്റെയും അനുമതി ആവശ്യമാണ്. വടക്കൻ കേരളത്തിന്റെ വികസനത്തിന് ഏറെ സഹായിക്കുന്ന പാത നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണ്. പുതിയ കരാറിൽ ഇതുകൂടി ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്തിന്റെ റെയിൽ വികസനത്തിന് സഹായിക്കുന്ന പദ്ധതികളിൽ 51% സംസ്ഥാനവും 41% കേന്ദ്രവും വഹിക്കുന്ന രീതിയിലാണ് കരാർ ഒപ്പിട്ടത്. ഏതെങ്കിലും കാരണത്താൽ കേന്ദ്രവിഹിതം കിട്ടിയില്ലെങ്കിലും സർക്കാരിന് ഫണ്ട് കണ്ടെത്തി പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റുന്ന തരത്തിലാണ് കരാർ. സെപ്റ്റംബർ 23 മുതൽ 25 വരെ തീയതികളിലായി കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന BJP ദേശീയ കൗൺസിൽ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി നടന്നു. സെപ്റ്റംബർ 23 മുതൽ 25 വരെ തീയതികളിലായി കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന BJP കൗൺസിൽ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി നടന്നത്. പൗരപ്രമുഖൻ കാഞ്ഞങ്ങാട്ടെ വേണുഗോപാലൻ നമ്പ്യാരുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ലഘുലേഖ കൈമാറി BJP ജില്ലാ ജനറൽ സെക്രട്ടറി A. വേലായുധൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രചരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് N. മധു, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് E. കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി M. ബൽരാജ്, സുനിൽകുമാർ, HR ശ്രീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഞ്ചേശ്വരത്ത് ഗൾഫുകാരന്റെ വീട് കുത്തി തുറന്ന് കവർച്ച. ഉദ്യാവര 1000 ജമാഅത്ത് പള്ളിക്ക് സമീപത്തെ ഇബ്രാഹിമിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇബ്രാഹിമിന്റെ ഭാര്യയും മക്കളും വീട് പൂട്ടി കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിൽ പോയതായിരുന്നു. ഉച്ചയോടെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. വീടിന്റെ പിറകുവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അകത്തെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 55,000-ഓളം രൂപയാണ് മോഷ്ടിച്ചത്. വീടിന്റെ അകത്ത് പല ഭാഗങ്ങളായി മുളക് പൊടി വിതറിയ നിലയിലാണ്. വിവരമറിഞ്ഞ് കുമ്പള CI VV മനോജ്, മഞ്ചേശ്വരം SI P പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അലമാരയിലെ വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ നിലയിലാണ്. വീടിനെ പറ്റിയും ചുറ്റുപാടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. കാസർകോട്ടെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനാവുന്നില്ല. KCN പരമ്പര തുടരുന്നു. സിഗ്നലുകൾക്കും നിയന്ത്രിക്കാനാവുന്നില്ല പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക്. കാസർഗോഡ് നഗരത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലമാണിത്. കാസർഗോഡ് ട്രാഫിക് ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലാണ് കാസർഗോഡ് എത്തുന്ന ഓരോ യാത്രക്കാരും ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ഈ കാഴ്ച കാണുക. കാസർഗോഡ് നഗരത്തിൽ വാഹനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ജംഗ്ഷനാണ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ. 4 ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അതിവേഗം ഓടിച്ചു പോകുമ്പോൾ ഇവിടെ അപകടങ്ങൾ പതിവാകുന്നു. ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇവിടെ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നത്. വന്നിട്ടെന്ത് കാര്യം, പലപ്പോഴും ഇത് പണിമുടക്കുന്നു. ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനും ഹോംഗാർഡും വാഹനങ്ങളെ നിയന്ത്രിക്കാനാവാതെ പലപ്പോഴും വിയർത്തു കുളിക്കുകയാണ്. ഒരു വൈകുന്നേരമാണ് ഞങ്ങളുടെ ക്യാമറ ഇവിടെ എത്തിയത്. 4 ഭാഗത്തും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. പതിവ് പോലെ സിഗ്നൽ പണിമുടക്കിയിട്ടുണ്ട്. ഒരു ഹോംഗാർഡിന് ഒന്നും ചെയ്യാനാവുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ 2 പോലീസുകാരെയും ഒരു അഡീഷണൽ SIയെയും അധികമായി നിയമിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടെന്ത്, അവർക്കും പണിയോട് പണിയാണ്. മണിക്കൂറുകളോളം നടുറോഡിൽ കുടുങ്ങിപ്പോകുന്നവരുടെ രോഷം കാണുക. ഇതെന്താണെന്ന് സംഭവിച്ചാൽ ശരിക്കും ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു എയർപോർട്ട് പോകുന്ന റോഡാണ്. ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോലും കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുന്നില്ല. ഈ തിരക്കിലും തിക്കിലും നല്ലൊരു സിഗ്നലൊക്കെ സർക്കാർ നല്ല ഇതിൽ നിലവിൽ കൊണ്ടുവരാൻ വളരെയധികം നല്ലതായിരുന്നു. ഈ ട്രാഫിക്കിൻ്റെ ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാക്സിക്കാർക്കാണ് ഭയങ്കര കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. എന്താ വെച്ചാൽ ഒന്നാമത് റോഡ് ശരിയില്ല. റോഡിൻ്റെ ഫുള്ള് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ടാക്സിക്കാർക്ക് നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. എന്താ സംഭവം ഇത് നോക്കണമെന്ന് ബ്ലോക്കെല്ലാം നോക്കിയെന്ന് എത്ര സമയമായി. നാടിന്റെ വികസനം എന്നത് റോഡിന്റെ വികസനം കൂടിയാണെന്നും ട്രാഫിക് സംവിധാനം കൂടി വികസനത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണമെന്നും കവിയും കാസർഗോഡ് സാഹിത്യവേദി ഭാരവാഹിയുമായ P. റഹ്മാൻ മാസ്റ്റർ പറഞ്ഞു. നഗരത്തിലെ റോഡുകളിൽ
ഏത് രീതിയിൽ ഏത് ഭാഗത്തു നിന്ന് പ്രവേശിച്ചു കഴിഞ്ഞാലും എത്തിപ്പെട്ട വാഹനങ്ങൾ ഒരു തരത്തിലും എവിടെയും ഒന്ന് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനോ പറ്റാത്ത വിധം വീർപ്പ് മുട്ടിക്കഴിയുകയാണ്. ജനങ്ങൾ കാസർഗോഡ് നഗരത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാനോ മറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കാനോ എത്താൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ നഗരം തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്നോ എവിടെ ചെന്നാലാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുക എന്നോ അറിയാത്ത രീതിയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വാഹനങ്ങൾ കൊണ്ട് വീതിയില്ലാത്ത റോഡുകൾ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നഗരം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം അടിയന്തരമായി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ കാസർഗോഡ് നഗരത്തിനെ ജനങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടുന്നില്ല. ഈ പ്രശ്നത്തിന് എന്നായിരിക്കും പരിഹാരം കാണുകയെന്നാണ് നാട് ഒന്നടങ്കം ചോദിക്കുന്നത്. ഫ്യൂവൽ വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ ജില്ലാ വാർഷിക സമ്മേളനം നീലേശ്വരത്ത് സമാപിച്ചു. ഗ്യാസ് ഏജൻസികളിലും പെട്രോൾ പമ്പുകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലയിലെ ഗ്യാസ് ഏജൻസികളിലും പെട്രോൾ ടാങ്കുകളിലും തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് CITU നേതൃത്വം നൽകുന്ന ഫ്യൂവൽ വർക്കേഴ്സ് യൂണിയൻ. നീലേശ്വരം NG കമ്മത്ത് സ്മാരക ഹാളിൽ നടന്ന യൂണിയന്റെ വാർഷിക സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നായിട്ട് എടുക്കേണ്ടത് കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നമ്മുടെ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, എത്രത്തോളം നമ്മുടെ അംഗസംഖ്യയുടെ വർധനവുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ചു. KP സുരേന്ദ്രൻ, ജോസ് മാത്യു, KV കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇന്ധനവില കുറയ്ക്കുക, ഗ്യാസ് ഏജൻസികളിലും പെട്രോൾ ബാങ്കുകളിലും ജോലി ചെയ്യുന്നവരുടെ മിനിമം കൂലി പുതുക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. CITU ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ 30 വർഷമായി ഗണേശ വിഗ്രഹ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ബായാർ സ്വദേശി കൃഷ്ണപ്പ. ജില്ലയിൽ ഏറ്റവും അധികം വിഗ്രഹം ഉണ്ടാക്കുന്നതും കൃഷ്ണപ്പയാണ്. ഗ്രാമങ്ങളും നഗരങ്ങളും ഉൾപ്പെടെ നാടെങ്ങും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് സാർവജനിക ഗണേശോത്സവ ഭാഗമായി ഇപ്പോഴുള്ളത്. സാർവജനിക ഗണേശോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമായതോടെ പ്രത്യേക പൂജകളാൽ ഗണേശ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിന് മിക്കയിടത്തും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗണേശ വിഗ്രഹ നിർമ്മാണത്തിൽ കഴിഞ്ഞ 30 വർഷമായി വ്യാപൃതനായിരിക്കുകയാണ് മഞ്ചേശ്വരം ബായാർ ദൈവസ്ഥാനത്തിന് സമീപം താമസിക്കുന്ന കൃഷ്ണപ്പ. നാട്ടിൻ്റെ നാനാ ഭാഗത്തു നിന്നും നിരവധി പേരാണ് ഇവിടെ ഗണപതി വിഗ്രഹത്തിന് ആവശ്യക്കാരായി എത്തിച്ചേരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകൻ മഹേഷും അച്ഛനെ സഹായിക്കുന്ന തിരക്കിലാണിപ്പോൾ. ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി ഉപ്പള, പ്രതാപ് നഗർ, ജോഡ്കല്ല്, ബായാർ, മുളിഗഡ്ഡെ, കന്യാന, മിയാപദവ് എന്നിവിടങ്ങളിലും വിഗ്രഹം എത്തിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. സൗമ്യ സ്വഭാവക്കാരനായ ഇദ്ദേഹത്തിൻ്റെ വിഗ്രഹ നിർമ്മാണം എങ്ങും ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഗണേശ വിഗ്രഹ നിർമ്മാണത്തിലെ വൈദഗ്ധ്യം കണക്കിലെടുത്ത് ഇദ്ദേഹത്തെ തേടി അർഹമായ ഒരു പുരസ്കാരവും ഇതേവരെയും എത്തിച്ചേർന്നിട്ടില്ല. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. BJP സംസ്ഥാന കൗൺസിൽ അംഗം R ഗണേശൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഹൃദ്രോഗത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. BJP ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ജില്ലാ സബ് ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. കാസർഗോഡ് ജില്ലാ സബ് ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ V രവി മാസ്റ്റർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജൂഡോ അസോസിയേഷൻ സെക്രട്ടറി PV ബാലകൃഷ്ണൻ, V ജയകൃഷ്ണൻ മാസ്റ്റർ, K ജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം സമാപിച്ചു. വെള്ളിക്കോത്ത് അഡോട്ട് ജോളി യൂത്ത് സെന്ററിലാണ് സമ്മേളനം നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. വെള്ളിക്കോത്ത് അഡോട്ട് ജോളി യൂത്ത് സെന്ററിലാണ് സമ്മേളനം നടന്നത്. ഏരിയയുടെ 12 യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. EV രാജഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയത ഒരു കലാപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സഹ്യമായ കാര്യമല്ല എന്ന് ടാഗോർ പറയുകയൊക്കെ ചെയ്തത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് അതിർത്തികളെ സൂചിപ്പിക്കുന്ന വാക്കുകളെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ് ടാഗോർ പറയുന്നത്. ഞാനൊരു ഇന്റർനാഷണലിസ്റ്റ് ആണ്. ഞാൻ ലോകം മുഴുവൻ
എൻ്റെ വിഷയത്തിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിലേക്ക് വലുതാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് ഈ ദേശീയതയുടെ അതിർവരമ്പുകൾ എനിക്ക് സഹിക്കാവുന്നതല്ല എന്ന് ടാഗോർ പറയും. എം.വി. രാഘവൻ അധ്യക്ഷനായി. PVK പനയാൽ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, ഡോക്ടർ സി ബാലൻ, M. പൊക്ലൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, AV. സഞ്ജയൻ, പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. S. ഗോപാലകൃഷ്ണൻ, രവീന്ദ്രൻ കൊടക്കാട് തുടങ്ങിയവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭദ്രടുക്കയിലെ ശങ്കരശ്ശേരികാർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഭാര്യ ഗൗരി. രമണി, സുന്ദരൻ, രാമചന്ദ്രൻ, ബാലകൃഷ്ണൻ എന്നിവർ മക്കളാണ്. അത്തം പിറന്നു. സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ഓണക്കാലം. വീട്ടുമുറ്റങ്ങളിലെ പൂക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ വൈവിധ്യമാർന്ന പരിപാടികളുമായി ക്ലബ്ബുകളും സംഘടനകളും സജ്ജമായി. നീലേശ്വരം സീനറ്റ് ചാനലിൻ്റെയും കുഞ്ഞിപ്പുളിക്കാൽ ഫോക്കസിൻ്റെയും ഓണാഘോഷ പരിപാടികൾ അത്തനാളിൽ നടന്നു. ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ഓണത്തെ അത്തപ്പൂക്കളമൊരുക്കി നാട് വരവേറ്റപ്പോൾ സീനറ്റ് ചാനലും കുഞ്ഞിപ്പുളിക്കാൽ ഫോക്കസും കൂടി വിവിധ കലാകായിക മത്സരങ്ങളാൽ തയ്യാറാക്കിയ മത്സര പൂക്കളം തീർത്താണ് ഓണക്കാലത്തെ വരവേറ്റത്. നീലേശ്വരം പള്ളിക്കര കുഞ്ഞിപ്പുളിക്കാൽ ക്ഷേത്ര പരിസരമായിരുന്നു സീനറ്റിന്റെയും ഫോക്കസിന്റെയും മത്സരവേദി. കുട്ടികളോടൊപ്പം പൊതുജനങ്ങളും വാശിയോടെ തന്നെ മത്സരങ്ങളിലെ പങ്കാളികളായി. മിഠായി പെറുക്കൽ, സ്പൂൺ റേസ്, ബലൂൺ റേസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, ബിസ്ക്കറ്റ് ഈറ്റിംഗ്, വെള്ളംകുടി മത്സരം, കസേരക്കളി, കണ്ണുകെട്ടിയുള്ള ഫ്രീ കിക്ക്, കമ്പവലി തുടങ്ങിയ വൈവിധ്യങ്ങളായ മത്സരങ്ങളാണ് ഞായറാഴ്ചയിലെ അവധി ദിനത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കുഞ്ഞിപ്പുളിക്കാലിൽ നടന്നത്. വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവ് നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-നെതിരെ ശക്തമായ വിമർശനവുമായി CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. ആനയാണോ കുഴിയാനയാണോ CPI-യിൽ എത്തുന്നവരെന്ന് താമസിയാതെ ചിലർക്ക് മനസ്സിലാകുമെന്നും പന്ന്യൻ. നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളങ്ങളായ ഉത്സവങ്ങളെ ഇല്ലാതാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് യുവമോർച്ച. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം. മുക്കാരിക്കണ്ടത്ത് വാഹനാപകടത്തിൽ അധ്യാപകൻ മരിച്ചു. നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ അത്താണി. CPCRI സുവർണ ജൂബിലി നിറവിൽ. ജൂബിലിയുടെ ഭാഗമായി ശില്പശാല. ശില്പശാലയിൽ വിരിഞ്ഞത് തെങ്ങോലയിൽ തീർത്ത വിസ്മയങ്ങൾ. ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ കാണിയൂർ പാത യാഥാർത്ഥ്യത്തിലേക്ക്. റെയിൽവേ മന്ത്രാലയത്തിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. BJP ദേശീയ കൗൺസിൽ സെപ്റ്റംബർ 23 മുതൽ 25 വരെ കോഴിക്കോട്ട്. ദേശീയ കൗൺസിലിന്റെ പ്രചാരണാർത്ഥം ഗൃഹസമ്പർക്ക പരിപാടി. മഞ്ചേശ്വരത്ത് വീണ്ടും മോഷണം. മോഷണം നടന്നത് ഉദ്യാവരയിലെ ഇബ്രാഹിമിന്റെ വീട്ടിൽ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasergoodchannel.com. നമസ്കാരം.